രാജേന്ദ്രനും വേണുവും തമ്മിൽ എന്തെങ്കിലും ശത്രുതയുള്ളതായി നിങ്ങൾക്കറിയാമായിരുന്നോ? ഇല്ല. വേണുവിനെ കാണാതായ ദിവസം ഫാക്ടറിയിൽ വെച്ച് രാജേന്ദ്രനും വേണുവും തമ്മിൽ വഴക്കുണ്ടായെന്ന് അവിടുത്തെ തൊഴിലാളികൾ പറഞ്ഞുള്ള അറിവേ ഞങ്ങൾക്കുള്ളൂ. രാജേന്ദ്രൻ സിന്ധുവിനെ വിവാഹം കഴിക്കുന്നതിൽ വേണുവിന് എതിർപ്പുണ്ടായിരുന്നോ? ചേട്ടനായിരുന്നു ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു അല്ലേ? സിന്ധുവിന്റെയും രാജേന്ദ്രന്റെയും വിവാഹം നേരത്തെ രണ്ടു വീട്ടുകാരും കൂടി തീരുമാനിച്ചിരുന്നതാണ്. രാജേന്ദ്രനെ എന്റെ മോനെ പോലെയാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോഴോ? രാജേന്ദ്രനാണ് വേണുവിനെ കൊന്നതെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇല്ല. അമ്മ പറയട്ടെ. ആര് ചെയ്തതാണെന്ന് ഞങ്ങൾ എങ്ങനെയാ പറയുക? ഞങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. എന്റെ മോൻ പോയി എന്റെ മോനെ കൊന്നു. അമ്മേ, 10 വർഷമായി ഞാനിവിടെ വന്നിട്ട്. വേണുവിനെ അന്ന് രാത്രി രാജേന്ദ്രന്റെ വീട്ടിൽ കാറിൽ കൊണ്ടുവന്നാക്കിയത് നിങ്ങളല്ലേ? അതെ. രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ വേണുവിന്റെ വീട്ടിൽ പോയത്? 7 മണിക്ക്. വേണുവിന്റെ വീട്ടിൽ നിന്നും കാറിൽ രാജേന്ദ്രന്റെ വീട്ടിലെത്താൻ എത്ര മിനിറ്റ് വേണ്ടി വരും? ഉദ്ദേശം 10 മിനിറ്റ് വേണ്ടി വരും. എത്ര മണിക്കാണ് നിങ്ങൾ വേണുവുമായി രാജേന്ദ്രന്റെ വീട്ടിലെത്തിയത്? ഏകദേശം 8 മണിയായി കാണും. അപ്പോൾ 7 മണിക്ക് പോയ നിങ്ങൾ വേണുവിനെയും കൂട്ടി 8 മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയത് അല്ലേ? അതെ. അത്രയും സമയം നിങ്ങൾ വേണുവിനെ എവിടെ കൊണ്ടുപോയിരുന്നു? വേണു സാർ കുളിച്ചിട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നതുകൊണ്ടാ സമയം പോയത്. വേണുവിനെ രാജേന്ദ്രന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ അപ്പൊ തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഉദ്ദേശം രാത്രി എത്ര മണിയായി കാണും വേണുവിന്റെ മൃതദേഹം രാജേന്ദ്രന്റെ വീട്ടുവളപ്പിൽ നിങ്ങൾ കുഴിച്ചിടുമ്പോ? അയ്യോ ഏമാനെ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. താനത് കണ്ടില്ലെന്ന് പറയാൻ രാജേന്ദ്രൻ തനിക്ക് എത്ര രൂപ തന്നു? ചോദിച്ചു കേട്ടില്ലേ? അയ്യോ ഇല്ല ഏമാനെ, എന്റെ മുതലാളി അത്തരക്കാരനല്ല. എനിക്കൊരു കാശ് തന്നിട്ടുമില്ല. വയ്ക്കൂ. രാജേന്ദ്രനെ പോലീസ് 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 സിന്ദാബാദ് സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് 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 തൊഴിലാളി ഐക്യം സിന്ദാബാദ് 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 തൊഴിലാളി ഐക്യം സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. രക്തസാക്ഷി വേണു, രക്തസാക്ഷി വേണു, ഇൻകുലാബ് ഇൻകുലാബ് ഇൻകുലാബ്. രക്തസാക്ഷി വേണു, പോലീസ് 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 പോലീസ്. കൊലയാളി രാജേന്ദ്രനെ, കൊലയാളി രാജേന്ദ്രനെ, കൊലയാളി രാജേന്ദ്രനെ, പോലീസ് പോലീസ്. സിന്ദാബാദ് കൊലയാളി ഐക്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ്. രക്തസാക്ഷി വേണു, കൊലയാളി രാജേന്ദ്രനെ, രാജേന്ദ്രനെ, പോലീസ്. സിന്ദാബാദ് സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കൊലയാളി രാജേന്ദ്രനെ, കൊലയാളി രാജേന്ദ്രനെ, സിന്ദാബാദ് സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഇൻകുലാബ് ഇൻകുലാബ് ഇൻകുലാബ്. കൊലയാളി രാജേന്ദ്രനെ, സിന്ദാബാദ് സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ്. പുറത്താകെ ബഹളമാണ്. ആരും ജോലിക്ക് കയറുന്നില്ല. അവരാരും ജോലി കയറാൻ തയ്യാറല്ലെങ്കിൽ ഇന്ന് മുതൽ ഫാക്ടറി കൂട്ടിട്ട്. ശരി സർ. മുതലാളിയുടെ പുരയത്തിൽ നിന്നാണ് വേണുവിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് പോലീസിന് വേണ്ടത്? കേസ് മാറ്റിമറിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് രൂപ മുതലാളി വാരി എറിഞ്ഞതുകൊണ്ടാണ് കൊലയാളി ആരാണെന്ന് വ്യക്തമായിട്ട് പോലും പോലീസ് മുതലാളി അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. ഞാനാണ് പറയുന്നത്, സമാധാനമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം. എല്ലാറ്റിനും ഉടനടി നടപടികൾ ഉണ്ടാവും. എന്ത് നടപടി?
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഇപ്പൊ ഫാക്ടറി അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഉടനെ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ മുതലാളിയുടെ വീട് വെക്കട്ടെ. ഇല്ലെങ്കിൽ മുതലാളി ഞങ്ങൾ गिराएंगे. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. വേണു സാറിന് കൊലയാളിയെ, വേണു സാറിന് കൊലയാളിയെ, വേണു സാറിന് കൊലയാളിയെ. സമാധാനമായിട്ടിരിക്കണം. രാജേന്ദ്രൻ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും എടുക്കാൻ ഞാൻ ഇപ്പോൾ തന്നെ മന്ത്രിക്ക് ഫോൺ ചെയ്ത് പറയാം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം. മിസ്റ്റർ രാജേന്ദ്രൻ, എന്താണ് സാർ? വേണുവിനെ കൊന്ന കുറ്റത്തിന് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തു. സാർ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കണം, ഇരിക്കൂ. ഞാൻ മിസ്റ്റർ രാജേന്ദ്രന്റെ അഡ്വക്കേറ്റ് ആണ്. ആഹാ. രാജേന്ദ്രന് ജാമ്യം അനുവദിച്ചു. മിസ്റ്റർ വിജയൻ, രാജേന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരും. യെസ് സാർ. ഈ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഇതിലൊന്ന് ഒപ്പിട്ടേക്കും. ഓക്കെ ദെൻ. റൈറ്റ്. വരും. അതെ. അപ്പോൾ മിസ്റ്റർ രാജേന്ദ്രൻ, എനിക്ക് അത്യാവശ്യമായി ഹൈക്കോർട്ട് വരെ ഒന്ന് പോകാനുണ്ട്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എന്റെ വണ്ടി ഉണ്ടല്ലോ. ഓക്കെ. നമ്മൾ തമ്മിൽ എന്തൊക്കെ ഉണ്ടായാലും രാജേന്ദ്രൻ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റൂ? ഇന്നലെ രാത്രി സരസ്വതിയുമായി വന്ന് പറഞ്ഞപ്പോഴാ സത്യത്തിൽ ഞാൻ വിവരം അറിയുന്നു. പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് നിനക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് വാക്ക് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് ഫോൺ ചെയ്ത് പറയില്ലേ? പേടിക്കാനൊന്നുമില്ല. അഡ്വക്കേറ്റ് പ്രകാശ് വളരെ സമർത്ഥനാണ്. ദിവാകരേട്ടൻ എങ്ങോട്ടാ? ഇല്ല, എനിക്ക് ഗസ്റ്റ് ഹൗസ് വരുന്നു പോണം. ഞാൻ പോട്ടെ. ആ. സമാധാനമായിട്ടിരിക്കേ. അമ്മേ,
മരുന്ന് കഴിക്കുന്നേ. നിനക്ക് ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നില്ലേ? എന്റെ മോൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തടാ? വേണുവിനെ ഞാൻ കൊന്നുവെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പ്രോസിക്യൂഷൻ വിറ്റ്നസ് നമ്മൾ വിചാരിച്ചാലും വളരെ സ്ട്രോങ് ആണ്. പിന്നെ മിസ്റ്റർ രാജേന്ദ്രൻ, വേണുവിന്റെ മദറും സിസ്റ്ററും എങ്ങനെയാ? അവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനത് എങ്ങനെയാ പറയാ? അവരാണ് മേജർ പ്രോസിക്യൂഷൻ വിറ്റ്നസ്. അവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. ദാറ്റ്സ് ഓൾ റൈറ്റ്, ഞാൻ നോക്കിക്കോളാം. ചേച്ചേ, നീ വിഷമിക്കാതെ രാജ, നിന്റെ കൂടെ ഞാനില്ലേ? എന്നെ എന്തിനാ വിളിപ്പിച്ചത്? നമ്മുടെ കേസിന്റെ കാര്യം പറയാനാണ്. ആ സലീമും കൂട്ടരും നമുക്കെതിരായി സാക്ഷി പറയുമെന്നാണ് ഞാൻ കേട്ടത്. അതുപോലെ തന്നെ ആ വേണുവിന്റെ അമ്മയും പെങ്ങളും. നമുക്ക് എങ്ങനെയെങ്കിലും അവരെ കയ്യിലെടുക്കണം. അവരോട് ചെന്ന് ഞാൻ എന്താ പറയാ? നീ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല. അതെനിക്കറിയാം. ഞാൻ പോലീസ് കമ്മീഷണറെ വിളിച്ച് സംസാരിച്ചു. തെളിവുകളെല്ലാം നിനക്കെതിരാണെന്നാണ് കമ്മീഷണർ പറഞ്ഞത്. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു വഴിയേ കാണുന്നുള്ളൂ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഫാക്ടറി തൊഴിലാളികളെല്ലാം നിനക്കെതിരായ സ്ഥിതിക്ക് ഫാക്ടറി ഇനി ഞാൻ നടത്തുന്നില്ല എന്ന് കാണിച്ച് യൂണിയൻ ഓഫീസിലേക്ക് നോട്ടീസ് അയക്കണം. എന്നിട്ട് ഫാക്ടറി നീ എന്നെ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞേക്കണം. ഈ സാഹചര്യത്തിൽ നീ ഫാക്ടറി നടത്താതിരിക്കുകയാണ് നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. തൽക്കാലം നീ എനിക്ക് ഫാക്ടറി ഹാൻഡ് ഓവർ ചെയ്തതായി നമുക്കൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കണം. പൂട്ടിയിട്ട ഫാക്ടറി ഞാൻ നടത്താൻ പോകുന്നു എന്നറിയുമ്പോ തൊഴിലാളികൾക്ക് നിന്നോടുള്ള വിരോധം കുറച്ചൊക്കെ കുറയാനും സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞാൽ ആ സലീമും കൂട്ടുകാരും നിനക്ക് അനുകൂലമായി തന്നെ സാക്ഷി പറയുകയും ചെയ്യും. കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ നീങ്ങിയാൽ തീർച്ചയായും നമ്മൾ കേസ് ജയിക്കും. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഇത് പറയാനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അല്ല, ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും പറയണമെന്നില്ല. കേസിന്റെയും തെളിവുകളുടെയും പേര് പറഞ്ഞ് ഈ സമയത്തിന്റെ ഫാക്ടറി തട്ടിയെടുക്കാമെന്നായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം, അല്ലേ? മിസ്റ്റർ ദിവാകരൻ, രാജേന്ദ്രൻ അത്ര വിഡ്ഢിയൊന്നുമല്ല. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വന്നാലും എന്റെ ഫാക്ടറി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്റെ തൊഴിലാളികളെ നിങ്ങൾക്ക് കടിയറ വയ്ക്കുമില്ല. രാജ, നമ്മൾ ബന്ധുക്കളായതുകൊണ്ട് ഞാൻ നല്ലൊരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. ബന്ധുവും സജഷനും നാണമില്ലേ നിങ്ങൾക്ക് പറയാൻ? നിങ്ങൾ എന്നെ വന്ന് ജാമ്യത്തിലെടുത്തപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നീ ജയിലിൽ പോകേണ്ടി വരും, ആ ഫാക്ടറി നശിക്കും. ഞാൻ ജയിലിൽ പോയ ഫാക്ടറി നശിക്കില്ല. നൂറുകണക്കിന് തൊഴിലാളികളുടെ സ്വപ്നമാണ് ആ ഫാക്ടറി.
അഥവാ ഞാൻ ജയിലിൽ പോയാലും ആ ഫാക്ടറി ഞാൻ എന്റെ തൊഴിലാളികൾക്ക് വിട്ടുകൊടുക്കും. പോടാ, നിന്നേക്കാൾ വലിയ മുതലാളിമാർ ഇതിനേക്കാൾ വലിയ ആദർശങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചാൽ ഈ നിമിഷം നിന്റെ ഫാക്ടറി തകർക്കും. അതിന് ദിവാകരൻ 2 ജന്മം എടുക്കണം. ഈ ജന്മം തന്നെ ധാരാളമാടാ. എന്താ പേര്? ദിവാകരൻ. മുഴുവൻ പേര്? മുഴുവൻ പേര് തട്ടാമ്പറമ്പിൽ ദാമോദര മേനോൻ, മകൻ ദിവാകര മേനോൻ. രാഷ്ട്രീയ നേതാവാണല്ലേ? അതെ. ഏത് പാർട്ടിയിൽപ്പെട്ടയാളാണ്? ഭരണകക്ഷി. ഓഹോ, അപ്പോൾ ഭരണകക്ഷി സ്വാധീനം ചെയ്ത് രാജേന്ദ്രനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ നിങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു ആരോപണമാണിത്. അല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്ത് കണ്ടു? രാജേന്ദ്രൻ വേണുവിനെ മർദ്ദിക്കുന്നത്. എവിടെ വെച്ച്? രാജേന്ദ്രന്റെ വീട്ടിൽ വെച്ച്. ആ സമയത്ത് നിങ്ങൾ അവിടെ എന്തിനു പോയി? ഞാനും രാജേന്ദ്രനും ബന്ധുക്കളാണ്. ഒരു ദിവസം രാജേന്ദ്രനെ കാണാൻ ഞാൻ വീട്ടിൽ ചെന്നപ്പോ രാജേന്ദ്രൻ വേണുവിനെ മർദ്ദിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് ഭംഗിയല്ല എന്നുള്ളത് കൊണ്ട് തിരിച്ചു പോന്നു. വേണുവും രാജേന്ദ്രനും തമ്മിൽ എന്തിനെ ചൊല്ലിയാണ് തല്ലുകൂടിയെന്ന് നിങ്ങൾക്കറിയാമോ? വേണുവിന്റെ സഹോദരിയും രാജേന്ദ്രനും തമ്മിലുള്ള പ്രേമത്തെ കുറിച്ചോ മറ്റെന്തോ കാരണമാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാ. എന്താണ് രാജേന്ദ്രൻ വേണുവിനോട് പറഞ്ഞത്? സിന്ധുവിനെ എന്നിൽ നിന്നും അകറ്റുന്ന ഏത് കണ്ണിയെയും വെട്ടിമുറിക്കാൻ ഞാൻ മടിക്കില്ല എന്ന്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് രാജേന്ദ്രൻ വേണുവിനെ കൊല്ലണമെന്നുണ്ടോ? അന്ന് മുതലാണ് വേണുവിനെ കാണാതായത്. മേലേടത്ത് മീനാക്ഷിയമ്മ, മീനാക്ഷിയമ്മ, മീനാക്ഷിയമ്മ. ഈ കേസിൽ മരണപ്പെട്ട വേണുവിന്റെ അമ്മയാണല്ലേ? അതെ. വേണു എങ്ങനെയാണ് മരിച്ചത്? എന്റെ മോൻ പോയി. എങ്ങനെയാണ് മരിച്ചതെന്നാണ് ചോദിച്ചത്. ചോദിച്ചത് കേട്ടില്ലേ? കൊലപാതകമാണെന്നാണ് ആളുകൾ പറയുന്നത്. രാജേന്ദ്രനും സിന്ധുവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത് വേണുവാണ്. ഞാനും വേണുവും കൂടിയാണ്. വേണുവിനെ എന്നാണ് കാണാതായത്? രാജേന്ദ്രന്റെ വീട്ടിലേക്ക് വിളിക്കുന്നെന്നും പറഞ്ഞ് രാത്രി ഡ്രൈവർ വന്ന് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ എന്റെ മോൻ വന്നിട്ടില്ല. രാജേന്ദ്രന്റെ ഡ്രൈവർ വന്ന് കൂട്ടിക്കൊണ്ടു പോയത് കൊണ്ട് വേണുവിനെ കൊന്നത് രാജേന്ദ്രനാണെന്ന് പറയാൻ പറ്റുമോ? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ എങ്ങനെ പറയാ? എല്ലാരും പറയുന്നു രാജേന്ദ്രനാ എന്റെ മോനെ കൊന്നെന്ന്. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ലാതെ നേരിട്ട് ഈ സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വിവരവും ഇല്ല അല്ലേ? ഇല്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്റെ ചേട്ടൻ നിരപരാധിയാണ്. നമ്മൾ ഈ കേസ് ജയിച്ചില്ലെങ്കിൽ പേടിക്കാനൊന്നുമില്ല. കേസ് നമ്മൾ ജയിക്കും. നമുക്ക് അനുകൂലമായ വിറ്റ്നസ് ഉണ്ടാക്കുകയാണ് ഞാനിപ്പോൾ ചെയ്തത്. നിങ്ങൾ ധൈര്യമായി പൊക്കോളൂ. മംഗലത്ത് സരസ്വതിയമ്മ, സരസ്വതിയമ്മ, സരസ്വതിയമ്മ. രാജേന്ദ്രന്റെ അമ്മയാണല്ലേ? അതെ. മരിച്ചുപോയ വേണുവും രാജേന്ദ്രനും തമ്മിൽ എന്നും വഴക്കുണ്ടാകാറുണ്ടല്ലേ? അവർ തമ്മിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ആത്മാർത്ഥ സുഹൃത്തുക്കളായതുകൊണ്ടായിരിക്കും വേണുവിനെ രാജേന്ദ്രൻ കൊല ചെയ്തത്. ഐ ഒബ്ജക്ട് യുവർ ഓണർ. അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ കക്ഷിയെ വിരട്ടി ചെയ്യാത്ത കുറ്റം തെളിയിക്കാനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രമിക്കുന്നത്. നോ യുവർ ഓണർ. കേസിന്റെ തെളിവിന് ആസ്പദമായ ഒരു ചോദ്യമാണിത്. യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. കൊല ചെയ്യപ്പെട്ട വേണുവിന്റെ സഹോദരിയും രാജേന്ദ്രനും തമ്മിൽ പ്രേമബദ്ധരായിരുന്നുവെന്നും ആ ബന്ധത്തെ വേണു എതിർത്തിരുന്നുവെന്നും അതേ ചൊല്ലി ഒരു ദിവസം വാഗ്വാദമുണ്ടാകുകയും സിന്ധുവിനെ തന്നിൽ നിന്ന് അകറ്റുന്ന ഏത് കണ്ണിയെയും താൻ വെട്ടിമുറിക്കുമെന്നും രാജേന്ദ്രൻ വേണുവിനെ ഭീഷണിപ്പെടുത്തിയതായും
ആറാം സാക്ഷി ദിവാകരന്റെ മൊഴിയിൽ നിന്ന് ഇവിടെ വ്യക്തമാണ്. ആ സംഭവത്തിന്റെ പിറ്റേ ദിവസമാണ് വേണുവിനെ കാണാതായത്. ഇതിൽ നിന്നും വേണുവിനെ രാജേന്ദ്രൻ തന്നെയാണ് കൊല ചെയ്തതെന്ന് ഇവിടെ വ്യക്തമായിരിക്കുന്നു. മേലെടുത്ത് മീനാക്ഷി അമ്മമകൾ സിന്ധു സിന്ധു സിന്ധു. പേര്? സിന്ധു. മരിച്ചുപോയ വേണുവിന്റെ സഹോദരിയാണല്ലേ? അതെ. നിങ്ങളുടെ ജ്യേഷ്ഠനെ കൊന്നത് ആരാണെന്നാണ് നിങ്ങളുടെ സംശയം? എനിക്കാരും സംശയമില്ല. എന്റെ ചേട്ടൻ കൊല ചെയ്യപ്പെട്ടെന്ന് മാത്രം എനിക്കറിയാം. ഈ നിൽക്കുന്ന പ്രതി രാജേന്ദ്രനാണ് നിങ്ങളുടെ ജ്യേഷ്ഠനെ കൊന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? രാജേന്ദ്രനും നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു അല്ലേ? അല്ല, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു. സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നതിനെയാണ് പ്രേമം എന്ന് പറയുന്നത്. ആട്ടെ, വേണു ഈ ബന്ധത്തെ എതിർത്തിരുന്നു? ഞങ്ങളുടെ വിവാഹം വീട്ടുകാർ നേരത്തെ തീരുമാനിച്ചതാ. ചേട്ടനായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ താല്പര്യം. That's all, Your Honor. ഈ കേസിന്റെ വിധി വരുന്ന 14-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. മോൾ അങ്കിളിനോട് കണക്കാണ്. ഇന്ന് രാത്രി തന്നെ നമുക്ക് അവന്റെ ഫാക്ടറി തീ വെച്ച് നശിപ്പിക്കണം. ദിവാകരന്റെ ഒരു മുഖം മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. ദിവാകരൻ ആരാണെന്ന് ഇനിയും അവൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഫാക്ടറി തീ വെച്ച് നശിപ്പിച്ചത് അവിടുത്തെ തൊഴിലാളികളാണെന്ന് നമുക്ക് വരുത്തി തീർക്കണം. കമ്പനി പൂട്ടിയിട്ടതിലുള്ള പ്രതിഷേധമാണെന്നേ അപ്പോൾ പോലീസും നാട്ടുകാരും വിചാരിക്കും. രാത്രി കൃത്യം 2 മണിക്ക് ഞാൻ ഫാക്ടറി ഗേറ്റിൽ വരാം. ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാക്കി നിങ്ങൾ അവിടെ നിന്നോളാം. ശരി സാർ. പോയിക്കോ. ഈ ദ്രോഹിന്ന് നമ്മുടെ ഫാക്ടറി കത്തിക്കടാ. ഇവനെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നില്ലല്ലോ. അവൻ പറഞ്ഞു കേട്ടില്ലേ, ഫാക്ടറിക്ക് തീ വെച്ചിട്ട് അത് തൊഴിലാളികളാണെന്ന് വരുത്തി